BDS കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലാണ് നിങ്ങൾ എങ്കിൽ ഞാൻ പറയുന്ന ഈ 5 സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുക. സ്റ്റെപ്പ് 1, നിങ്ങളുടെ കരിയർ ഗോൾ എന്താണെന്നുള്ള ആദ്യം തന്നെ നിങ്ങൾ തീരുമാനിക്കണം. MDS പോവാണോ, ജോബ് നോക്കുകയാണോ, അതല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് പ്രാക്ടീസ് ചെയ്യാനാണോ പ്ലാനെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു തീരുമാനം എടുക്കണം. സ്റ്റെപ്പ് 2, നിങ്ങളുടെ ക്ലിനിക്കൽ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്കൊരു ഡിഗ്രി കിട്ടിയതുകൊണ്ട് മാത്രം നമുക്ക് ഓട്ടോമാറ്റിക്കലി ക്ലിനിക്കൽ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് വേണ്ടത് റിയൽ കേസസ് കാണുക, അതേപോലെ കൂടുതൽ പ്രാക്ടിക്കൽ എക്സ്പോഷർ ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് ആ ക്ലിനിക്കൽ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റെപ്പ് 3, നല്ലൊരു മെൻറ്ററെ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മളെക്കാൾ നോളജുള്ള അതേപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഡെൻറ്റിസ്റ്റിൽ കണ്ടെത്തി അവരിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കുള്ള ഒരു ലേണിങ്ങിൻ്റെ ടൈം നമുക്ക് ഫാസ്റ്റ് ആക്കാൻ പറ്റും. സ്റ്റെപ്പ് 4, നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പേഷ്യൻറ്റിനോട് എങ്ങനെ സംസാരിക്കണം, ഡയഗ്നോസിസ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം, പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. സ്റ്റെപ്പ് 5, നമ്മൾ റിയൽ വേൾഡ് ഡെൻറ്റിസ്റ്റിനെ കുറിച്ച് പഠിക്കണം. ഇതിൽ ക്ലിനിക്കൽ സ്കില്ല് മാത്രമല്ല, ക്ലിനിക് മാനേജ്മെൻറ്റ്, ടീം മാനേജ്മെൻറ്റ്, പേഷ്യൻ്റ് മാനേജ്മെൻറ്റ്, അതേപോലെ പ്രാക്ടീസ് ഗ്രോത്ത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. BDS നിങ്ങളുടെ കരിയറിൻ്റെ അവസാനമല്ല, അത് നിങ്ങളുടെ പ്രൊഫഷണൽ ജേർണിയുടെ തുടക്കമാണ്. അത് നമ്മൾ എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം. നിങ്ങൾ BDS ഇപ്പോൾ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. MDS, ജോബ്, അതല്ലെങ്കിൽ പ്രൈവറ്റ് പ്രാക്ടീസ്. ഇതുപോലുള്ള ഡെൻ്റൽ കരിയർ ഗൈഡൻസ് വീഡിയോകൾക്കായി ഡെൻ്റൽ CO കേരള ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഐ എം ഡോക്ടർ ഷൗലമി.